Welcome to Quantum Mechanics Part 42. Today we have to discuss barrier potential or potential barrier, penetration of particles through a potential barrier. ഇതിൻ്റെ ആപ്ലിക്കേഷൻ മെയിനായിട്ട് വരുന്നത് ആൽഫ പാർട്ടിക്കിൾ ഡിസിൻറ്റഗ്രേഷനാണ്. ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് നമുക്കറിയാം. ന്യൂക്ലിയസും പോസിറ്റീവ്ലി ചാർജ്ഡാണ്. ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിനുള്ളിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾ പുറത്തു വരുന്നത് ഒരത്ഭുതമാണ്. കാരണം വെളിയിൽ ആൽഫ പാർട്ടിക്കിൾ വെളിയിലായിരിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷനുണ്ട്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിനടുത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ന്യൂക്ലിയസിനകത്തിരിക്കുമ്പോൾ ആൽഫ പാർട്ടിക്കിളിനെ ഒരു യൂണിറ്റായിട്ട് സങ്കല്പിച്ചാൽ വളരെ ശക്തിയുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അതിനനുഭവപ്പെടുക. അപ്പോൾ അതിന് പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ആൽഫ പാർട്ടിക്കിൾ ഒരു ബാരിയറിനെ ഫേസ് ചെയ്യുക. അകത്തുള്ളപ്പം പുറത്ത് കിടക്കാൻ പറ്റില്ല, ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ട്. പുറത്തായിരിക്കുമ്പോൾ അകത്തോട്ട് കിടക്കാനും പറ്റില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷനുണ്ട്. അപ്പോൾ ദർ ഈസ് എ ബാരിയർ. അപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഈ ബാരിയർ പെനിട്രേഷനെ പറ്റി ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ തിയറി ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനൊരു മോഡലായിട്ട് നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഇത് എക്സ് ഡയറക്ഷൻ കാണിച്ചിരിക്കുക, പൊസിഷൻ കോർഡിനേറ്റ്സ്. ഇവിടെ എക്സ് ഈക്വൽ 0 ആകുമ്പം പൊട്ടൻഷ്യൽ V=V0 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. എക്സ് ഈക്വൽസ് എ വരെ ഇതേ പൊട്ടൻഷ്യലാണ്. എക്സ് ഈക്വൽസ് എ ആകുമ്പം പൊട്ടൻഷ്യൽ വീണ്ടും 0 ആയിട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടു ബി 0 എൽസ്വെയർ, ബാക്കി എല്ലായിടത്തും 0 ആയി. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ ബാരിയറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്നൊരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് വന്നാൽ ഇതിനെ ഓവർകം ചെയ്ത് ഇവിടെ എത്താനുള്ള സാധ്യതയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഈ V0യേക്കാൾ ഉയർന്ന എനർജി ഇതിനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് സർമൗണ്ട് ചെയ്ത് ഇപ്പുറത്ത് വരും. ഈ V0 അത്ര എനർജിയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഇത് മറുകണ്ഠം ചാടും. പക്ഷേ ഈ V0യൊക്കെ കുറവാണ് എനർജി എങ്കിൽ ഇവിടെ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അതാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ 3 റീജിയണായിട്ട് തിരിക്കാം. റീജിയൺ 1 അവിടെ വേവ് ഫങ്ഷൻ ψ1 എന്നിരിക്കട്ടെ. റീജിയൺ 2 വേർ വേവ് ഫങ്ഷൻ ഈസ് ψ2. റീജിയൺ 3 വേർ വേവ് ഫങ്ഷൻ ഈസ് ψ3. ക്ലാസിക്കൽ ഫിസിക്സ് അനുസരിച്ച് ψ1ഉം ψ2 ഒക്കെ 0 ആവണം. അല്ലെ ψ2വിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അവിടെ കിടക്കും. ψ1ഉം ψ3യും 0 ആവണം. അപ്പോൾ നമുക്കിപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ψ1 ഒക്കെ പാർട്ടിക്കിൾ ഇവിടെ ആണെന്നിരിക്കട്ടെ, എങ്കിൽ ψ2 എത്ര, ψ3 എത്ര, ഇതാണ് വിഷയം. ഷ്രോഡിംഗറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ അല്ലെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ, വി നോ ദാറ്റ് -h²/2m × d² ψ/dx² + v ψ = E ψ. ഇത് നമുക്ക് ഈ -2m/h² ഇക്വേഷൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് സൈഡൊക്കെ റീഅറേഞ്ച് ചെയ്യാം. -2m/h² കൊണ്ട് ഇക്വേഷനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, സൈഡ് മാറ്റുന്നു, ഇവിടെ 0 വരത്തക്കണം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതുക: d² ψ/dx² + 2m/h² × E - v = 0 എന്ന് വരും.
ഇനി റീജിയൻസ് 1-ന് ഈ ഇക്വേഷൻ എഴുതുമ്പോൾ റീജിയൻ 1 എന്ന് പറയുമ്പോൾ V0 psi ഈസ് psi 1. അപ്പോൾ d സ്ക്വയർ psi 1 ബൈ dx സ്ക്വയർ പ്ലസ് 2m e ബൈ h സ്ക്വയർ psi 1 ഈക്വൽ 0. റീജിയൻ 2 ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ v ഈക്വൽസ് V0 psi ഈസ് psi 2. So d square psi 2 by dx square plus 2m by h square into e minus v0 into psi 2 equals 0. That is equation number 2. Region 3-ൽ വീണ്ടും v0 അപ്പോൾ d square psi 3 by dx square plus 2me by h square into psi 3 equals 0. ഇത് എക്സാമിനേഷൻ ഈ ഇക്വേഷൻസൊക്കെ എഴുതാൻ ബൗണ്ടറി കണ്ടീഷൻസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് സൗകര്യത്തിൽ എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടി പുതിയ കോൺസ്റ്റൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പുട്ട് ആൽഫ സ്ക്വയർ ഈക്വൽസ് 2me ബൈ h സ്ക്വയർ, ബീറ്റ സ്ക്വയർ ഈക്വൽസ് 2m ഇൻറ്റു v0 മൈനസ്, നമ്മുടെ ഇക്വേഷനകത്ത് ഇ മൈനസ് v0 അത് v0 മൈനസ് ഇ ബൈ h സ്ക്വയർ നമ്മൾ ബീറ്റ സ്ക്വയർ എന്ന് എഴുതും. കാരണം പൊതുവെ v0 ഒക്കെ കുറവായിരിക്കും. ഈ വരുന്ന പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി v0 കുറവായിരിക്കും. അപ്പോൾ അതിനായത് നമ്മളിങ്ങനെ എടുക്കുന്നത്, ഇത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും പൊതുവെ. കാരണം സർമൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പൊട്ടൻഷ്യലിനെ അല്ല ബരിയർ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന പാർട്ടിക്കിളിൻ്റെ എനർജി v0 കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇ മൈനസ് v0 എന്നുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതിനെ v0 മൈനസ് ഇ ആക്കിയിട്ട് ബീറ്റ സ്ക്വയർ എന്ന് ഇട്ടത്. ഇപ്പോൾ 3 ഇക്വേഷൻസും ഈ കോൺസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ d സ്ക്വയർ psi 1 ബൈ dx സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ psi 1 ഈക്വൽ 0, d സ്ക്വയർ psi 2 ബൈ dx സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ, കാരണം അവിടെ ഇ മൈനസ് v0 എന്നല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ ഇവിടെ മൈനസ് വരും, മൈനസ് ബീറ്റ സ്ക്വയർ psi 2 ഈക്വൽ 0, d സ്ക്വയർ psi 3 ബൈ dx സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ psi 3 ഈക്വൽ 0. ഇത് രണ്ടും നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ്റെ ഫോമുല ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈക്വൽസ് 0. അതിൻ്റെ സൊല്യൂഷൻ സൈനോ കോസോ ആകാം. ഇപ്പം ജനറലായിട്ട് ഇ റേസ് ടു ഐ ഫോമിൽ എഴുതാം. എ സൈൻ ഒമേഗ ടി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എക്സ് അല്ലെ ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ 0. ഇതാ സാധാരണ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അവിടെ ഒമേഗ സ്ക്വയർ സൊല്യൂഷനിൽ കയറി വരുമ്പോൾ എ സൈൻ ഒമേഗ ടി അല്ലെ കോസ് ഒമേഗ ടി, അത് എക്സ്പോണൻറ്റ് ഓലേഴ്സ് തിയറം വെച്ച് നമ്മൾ എഴുതുമ്പോൾ ജനറാലിറ്റിക്ക് വേണ്ടി ഇ റേസ് ടു പ്ലസ് ഐയും മൈനസ് ഐയും ചേർത്ത് ജനറൽ സൊല്യൂഷൻ എടുക്കും. y ഈക്വൽസ് എക്സ് ഈക്വൽസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്ന ജനറൽ ഫോം എടുക്കുന്നതിന് വരെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതും. psi 1 ഈക്വൽസ് ഫസ്റ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ psi 1 ഈക്വൽസ് എ ഇ റേസ് ടു ഐ ആൽഫ എക്സ്, ഇവിടെ ആൽഫ സ്ക്വയർ ആകുമ്പോൾ ആൽഫ എക്സ് പ്ലസ് ബി ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എക്സ്. ഇവിടെ ഈ ടേം എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് പോകുന്ന പാർട്ടിക്കിൾ എന്നുള്ള സെൻസാണ്. ഈ ടേം എടുക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് വരുന്ന പാർട്ടിക്കിൾ എന്നുള്ള സെൻസാണ്. ഈ റീജിയണിൽ, ഈ ഫസ്റ്റ് റീജിയണിൽ ഇത് രണ്ടിനും സാധ്യതയുണ്ട്. അങ്ങോട്ട് പോവുകയോ ഇങ്ങോട്ട് വരികയോ ഒക്കെ ചെയ്യാം ഇവിടെ പാർട്ടിക്കിൾ. ഇതിനകത്ത് അതിന് സാധ്യതയുണ്ട്. പാർട്ടിക്കിൾ ഇതിനകത്ത് ഇങ്ങോട്ടോ മൂവ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ പാർട്ടിക്കിളിൻ്റെ സോഴ്സ് ഒന്നും നമ്മൾ സങ്കല്പിക്കുന്നില്ല. മാത്രമല്ല ഇവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നു. അപ്പോൾ ഇവിടെ
ഈ ഡയറക്ഷനിൽ പോകുന്ന സൊല്യൂഷൻ മാത്രം എടുത്താൽ മതി അങ്ങോട്ട്. മനസ്സിലായല്ലോ? ഇവിടെ പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകാൻ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും പോകുന്ന സൊല്യൂഷനിൽ ആ ടേംസ് രണ്ടും വേണം. ഇതിനകത്തും ഈ രണ്ട് ടേമും വേണം. ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന റെപ്രസെൻ്റ് ചെയ്യാനുള്ള ടേംസ് വേണം. ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ സോഴ്സ് നമ്മൾ ഉണ്ടെന്ന് പറയുന്നില്ല. മാത്രമല്ല ഇവിടുന്ന് വരുന്ന പാർട്ടിക്കിൾ ഇതിനെ ബാരിയറിനെ കടന്ന് ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് പോകാനാ സാധ്യത. പിന്നെ ഇവിടെ എങ്ങാനും തട്ട് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ബാരിയർ വേണം. അതും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഡയറക്ഷനിലുള്ള സൊല്യൂഷൻ ടേം മാത്രം മതി. ഇത് കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവിടെ സൊല്യൂഷൻ ചർച്ച ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് റീജിയൻ 1 ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. റീജിയൻ 2 ψ2 ഈക്വൽസ് ഈ രണ്ട് പോസിബിലിറ്റിയും വേണം. പക്ഷേ ഇവിടെ വേണ്ട. കാരണം ഇക്വേഷൻ്റെ ഇവിടെ പ്ലസ് വരുമ്പോഴാണ് ഈ സൈനും കോസും ഒക്കെ വരുന്നത്. ഇവിടെ ഇപ്പം മൈനസാണ് വന്നിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ C e raised to beta x പ്ലസ് D e raised to minus beta x എന്നേ കിട്ടൂ. ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ പ്ലസ് വരുമ്പോഴാണ് നമ്മുടെ സൈനും കോസും ഒക്കെ കയറി വരുന്നത്. ഇതൊക്കെ ബേസിക് മാത്തമാറ്റിക്സാണ്. ഇനി ψ3 ഈക്വൽസ് ഞാൻ പറഞ്ഞു ഒരു സൈഡിലോട്ടുള്ള +x ഡയറക്ഷനിലെ സൊല്യൂഷൻ ടേം മതി. ഇവിടെ വരും. കാരണം ഇക്വേഷൻ 3 എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ്റെ ഫോർമുല. സോ ψ3 ഈക്വൽസ് F e raised to I alpha x. ഇത് മൂന്നെണ്ണമാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്. ഇവിടെ A, B, C, D, F ഇതെല്ലാം കോൺസ്റ്റൻസാണ്. 5 കോൺസ്റ്റൻസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ കോൺസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ബിയോണ്ട് അവർ ഡിസ്കഷൻ. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ഈ സൊല്യൂഷൻ ഇതിൽ എയും ബിയും സിയും ഒക്കെ കണ്ടുപിടിക്കാൻ ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിക്കണം. ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിക്കുന്നതിനുള്ള രണ്ട് പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ക്വാണ്ടം മെക്കാനിക്സിലെ പോസ്റ്റ്ലേറ്റ്സാണ്. വെൽ ബിഹേവ്ഡ് വേവ് ഫങ്ഷൻ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂവസ്. ദി വേവ് ഫങ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂവസ് അക്രോസ് എ ബൗണ്ടറി. At the same time, its first derivative must also be continuous. Continuous എന്നാൽ ഈക്വൽ എന്നേ അർത്ഥം വിളിക്കും. ദാറ്റ് മീൻസ് ബൗണ്ടറി 1 ψ1, അതായത് റീജിയൻ 1ഉം 2ഉം എടുത്താൽ ψ1 മസ്റ്റ് ബി ഈക്വൽ ടു ψ2. കണ്ടിന്യൂസ് ആയിരിക്കണം. ആ ബൗണ്ടറിയിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കുക. അതല്ലേ വെൽ ബിഹേവ്ഡ് ഫങ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ψ1 ഈക്വൽസ് ψ2, dψ1/dx ഈക്വൽസ് dψ2/dx അറ്റ് x ഈക്വൽസ് 0. ബരിയറിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ. ഇതുപോലെ ബരിയറിൻ്റെ റൈറ്റ്സ് ബൗണ്ടറിയിൽ ψ2 മസ്റ്റ് ബി ഈക്വൽ ടു ψ3. ψ2 അവിടെയും വേവ് ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. and dψ2/dx must be equal to dψ3/dx at x equals a. ബാരിയർ വിഡ്ത്ത് A. ഈ സംഗതികളൊക്കെ എക്സാമിനേഷൻ ചോദിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ഏത്? ഫിഗർ വരച്ചിട്ട് ബൗണ്ടറി കണ്ടീഷൻ, സൊല്യൂഷൻ എഴുതുക, സൊല്യൂഷൻ്റെ ജനറൽ ഫോം, ഇക്വേഷൻ, ഷ്രോഡിംഗർ ഇക്വേഷൻ ഓരോ റീജിയണിൽ എഴുതുക. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിൽ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, എഫ് എന്ന് പറയുന്നത് തേർഡ് റീജിയൻ 3 സൈ ഫങ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇത് 0 ആണെങ്കിൽ അവിടെ പാർട്ടിക്കിൾ ചെന്നിട്ടില്ല എന്നർത്ഥം. എ എന്ന് പറയുന്നത് റീജിയൻ 1 ആംപ്ലിറ്റ്യൂഡാണ്. അത് ഉറപ്പാണ്. നോൺ സീറോ ആയ പാർട്ടിക്കിളുണ്ടല്ലേ, നമ്മൾ വിട്ട പാർട്ടിക്കിളല്ലേ. ഇത് മോഡുലസ് ഈ കാണുന്ന ടി ഈക്വൽസ് സ്ക്വയർ ഓഫ് മോഡുലസ് ഓഫ് എഫ് ബൈ സ്ക്വയർ ഓഫ് മോഡുലസ് ഓഫ് എ. ഇതിന് പറയുന്ന വരെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് ദി ബാരിയർ. ആ ബാരിയറിൽ കൂടെ പെനിട്രേറ്റ് ചെയ്തു പോകുന്നതിൻ്റെ ഒരു മെഷറാണ് ഇറ്റി. അതായാലും
ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ we will get it as 4 e raised to minus 2a by h cut into root of 2m into v0 minus e, total energy E of the incident particle. ഇത് ഓർത്തിരിക്കണം. 4e, t equals transmission coefficient of the barrier, t equals 4 e raised to minus 2a by h cut into 2 root of 2m into v0 minus e. നോക്കിയേ, എം എ ഒന്നുകിൽ എ ഇൻഫിനിറ്റി ഇ റേസ് മൈനസ് എക്സ് എന്നുള്ള ഫോമായത്, ഇ റേസ് മൈനസ് ഇൻഫിനിറ്റി 0 ആയി. അപ്പോൾ ഇതിൽ ബാരിയറിൻ്റെ വിഡ്ത്ത് ഇൻഫിനിറ്റി ആകുക, ഈ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് 0 ആകും എന്ന് പറഞ്ഞാൽ റീജിയൻ 3ൽ ഈ പാർട്ടിക്കിൾ എത്തില്ല. അല്ല, മാസ് ഇൻഫിനിറ്റി ആകുക, വളരെ വലുതാകുക. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സാണ്, ഈ ബാരിയറിനെ ഓവർകം ചെയ്ത് അത് വരില്ല. അതല്ലെങ്കിൽ v0 ഇൻഫിനിറ്റി ആവുക, അപ്പോഴും t0 ആകാം. കാരണം അപ്പോഴല്ല ഇ റേസ് മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ വരും ഇത്. അപ്പോൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് 0 ആകും. അപ്പോൾ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ഹിൽ, നോ പെനിട്രേഷൻ. അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ, നോ പെനിട്രേഷൻ. അല്ലെ ഇൻഫൈനൈറ്റ് വിഡ്ത്ത് ഓഫ് ദി ബാരിയർ, നോ പെനിട്രേഷൻ. പക്ഷേ ക്വാണ്ടം നമ്മുടെ അറ്റോമിക് വേൾഡിൽ എ ചെറുതാണ്, ന്യൂക്ലിയർ റേഡിയസും ഒക്കെയാണ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസും ഒക്കെ അവിടെ ആയിട്ട് വരുന്നത്, അത് വളരെ ചെറിയ നമ്പറാണ്. പിന്നെ ആൽഫ പാർട്ടിക്കിളിനെ പോലുള്ള സംഗതികളാണ്. അപ്പോൾ എം ചെറുതാണ്, v0 ഇൻഫിനിറ്റി ഒന്നും അല്ലല്ലോ. അപ്പോൾ എ v0 എം ഇതെല്ലാം ചെറുതാകും തോറും ഇ റേസ് മൈനസ് ഫാക്ടർ വലുതാകും. ഇ റേസ് മൈനസ് എക്സ് ചെറുതാകുമ്പോൾ ഇ റേസ് മൈനസ് എക്സ് വലുതാകും. കാരണം ഇ റേസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1/e റേസ് പ്ലസ് എക്സാണ്. എക്സ് ചെറുതാകുമ്പോൾ ഇ റേസ് എക്സ് ചെറുതാകും, അപ്പോൾ 1/e റേസ് എക്സ് വലുതാകും. അപ്പോൾ എം എ v0 ഇതെല്ലാം ചെറുതാകുമ്പോൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് വലുതാകും. ടി ഇൻക്രീസസ് ആസ് എ v0 ഓർ എം ഡിക്രീസസ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ കേസിൽ ടി നോൺ സീറോയാണ്, പെനിട്രേഷൻ നടക്കുന്നുണ്ട്. ന്യൂക്ലിയസിനകത്തുനിന്ന് ആൽഫ പാർട്ടിക്കിൾ പുറത്ത് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത് ഏർലിയർ പോസ്റ്റിങ്സ് കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.